പല അമ്പലങ്ങളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും പല ആചാരങ്ങളും ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം അതെന്താ അവർക്ക് അറിയാൻ പാടില്ലേ? ഒരു ഈശ്വരനല്ലേ ഉള്ളൂ. പിന്നെ എല്ലാവരും പല ഇതായിട്ട് പ്രാർത്ഥിക്കുകയും വഴിപാട് നടത്തുകയും എല്ലാം ചെയ്യണം. അത് അറിയാൻ ഒരുപാട് ആളുകൾക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പം അതെന്താന്ന് വെച്ചാൽ പറഞ്ഞു തരും. ആ ചോദ്യത്തിൽ തന്നെ ഒരു പ്രത്യേകത പറയാം. നമുക്കെല്ലാവർക്കും ഒരു ഈശ്വരനെ ഉള്ളൂ. ഈ നമുക്കെല്ലാവർക്കും എന്ന് പറഞ്ഞ ഇവിടെ പലതില്ല. വാസ്തവത്തില് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ആ സൃഷ്ടിക്ക് മുമ്പ് എന്താ ഈശ്വരൻ മാത്രമല്ലേ? പിന്നെ അത് സൃഷ്ടി നടത്തിയെങ്കിൽ ആ ഈശ്വരനിൽ നിന്ന് അന്യമായി വേറെ ഒന്നുമില്ല. അപ്പൊ ഈശ്വരനിൽ നിന്ന് അന്യമാവാൻ കാരണം എന്താ? ഇപ്പൊ ഒരു ഇത് സ്വർണ്ണക്കട്ടിയാന്ന് വിചാരിക്കുക. ഇത് സ്വർണ്ണക്കട്ടി. അപ്പൊ ഈ സ്വർണ്ണക്കട്ടി ഇവിടെ ഉള്ളപ്പോൾ ഈ സ്വർണ്ണക്കട്ടിയിൽ നിന്ന് എടുത്തിട്ട് മാല, വള, അങ്ങനെ കുറെ സാധനം ഉണ്ടാകും, പണിയാണ്. അപ്പൊ ഈ മാലയും വളയ്ക്ക് മുമ്പ് എന്താ ഉണ്ടായിരുന്നത്? സ്വർണ്ണക്കട്ടി മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു അടിസ്ഥാനമായ വസ്തു ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അതേപോലെ ഈശ്വരൻ എന്ന യഥാർത്ഥമായിട്ടിരിക്കുന്ന ആ സത്ത, ആ അടിസ്ഥാനപരമായ ആ അറിവ് അതുണ്ടെങ്കിൽ മാത്രമേ ഈ കാണാവുന്ന നാമരൂപങ്ങളോടുകൂടിയിരിക്കുന്ന പ്രപഞ്ചം ഉണ്ടാവുകയുള്ളൂ. അതിൽ ഞാനും നിങ്ങളൊന്ന് പലതായിട്ടുള്ള ഭാവനയ്ക്കനുസരിച്ചിട്ടുള്ള സൃഷ്ടി ഉണ്ടാവുള്ളൂ. ആ സൃഷ്ടിയിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ഇപ്പൊ ചോദിച്ച ചോദ്യം, നമ്മളിങ്ങനെ ഇങ്ങനെ പലതുണ്ടെങ്കിലും ഏകദേശം ഒരു ഈശ്വരൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ ആ ഈശ്വരൻ തന്നെയാണ് നാം എന്ന് തിരിച്ചറിയണം. കാരണം നമ്മൾ എന്തിൽ നിന്നുണ്ടായേക്കണേ? ഈശ്വരൻ സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല, നമുക്ക് സൃഷ്ടാവെന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വര വിശ്വാസികളല്ല ഇപ്പൊ എല്ലാവരെയും. അജ്ഞാനം കൊണ്ടാണ് ഈശ്വരൻ എന്ന് പറയുന്നതിനെ എന്താണ് ഇല്ല എന്ന് പറയണേന്ന് വെച്ചാൽ ഈശ്വരൻ എന്നാന്ന് അവരറിയില്ല. അവരെ ഉദ്ദേശിക്കണേ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ പുരാണങ്ങളിൽ പറയുന്ന ശിവനോ അല്ലെങ്കിൽ അയ്യപ്പനോ കാളിയോ യഹോവയോ അള്ളാഹോ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു എന്തോ ഒരു മൂർത്തീഭാവത്തെയാണ് ഈശ്വരൻ എന്ന് സങ്കല്പിക്കുന്നത്. ഇവരൊക്കെ സൃഷ്ടിയാണ്. ഭാവനാ സൃഷ്ടിയുണ്ട്, സങ്കല്പ സൃഷ്ടിയുണ്ട്, വിഗ്രഹ സൃഷ്ടിയുണ്ട്. ഇതൊക്കെ സൃഷ്ടിയിൽപ്പെട്ട കാര്യമാണ്. സൃഷ്ടിയിലിരുന്ന് ഒരിക്കൽ പോലും സൃഷ്ടാവിനെ അന്വേഷിച്ചാൽ കിട്ടില്ല. കാരണം ഈ മാലയും വളയായിട്ടിരിക്കുമ്പോൾ അതിന് ബാക്കിയുള്ള ഉൽപ്പന്നങ്ങളായിട്ടിരിക്കുകയാണ് മാല, വള, കമ്മല്. അവ പരസ്പരം അവ ജനിച്ചു കഴിഞ്ഞാൽ അവ എല്ലാം ഉള്ളതായിട്ട് സദാ തോന്നും അല്ലേ? അവ എങ്ങനെ ഉണ്ടായി? തന്റെ മൂലസ്വരൂപം എന്താണെന്ന് അതിന് അറിവില്ലാത്തത് കൊണ്ട് അതിനെ അറിയാൻ കഴിയില്ല. ശരിയല്ലേ? അതേപോലെ സൃഷ്ടിയിലിരിക്കുന്ന ഓരോ വസ്തുവും ഈശ്വരൻ ആരാണെന്ന് അറിയണമെങ്കിൽ സൃഷ്ടിക്ക് വിട്ട് ഈശ്വര ഭാവത്തിൽ ഇരുന്നാൽ മാത്രമേ അത് അറിയാൻ കഴിയുള്ളൂ. അപ്പൊ അതല്ലാത്തപ്പോൾ എന്ത് ചെയ്യും? ഓരോ മതങ്ങളിൽ അനുസരിച്ച് അവൻ കാട്ടിക്കൊടുക്കുന്ന മതം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നാ പറയാം? അല്ല, മതം എന്ന് പറയുന്നതിന്റെ അർത്ഥം താല്പര്യം, ഒരു വിഭാഗം എന്നൊക്കെ വരുള്ളൂ. അതായത് ഇപ്പൊ ഏത് താല്പര്യത്തിലാണോ ഇപ്പൊ ഈ ഈശ്വര തത്വത്തിലേക്ക് നമുക്ക് ഈ പറയുന്ന യഥാർത്ഥത്തിൽ ഏകമായ ഈശ്വരനാണ് എന്നുള്ള സത്യം അറിയിക്കുവാനായിട്ട് ഓരോ മതത്തിലും ഓരോ വിശിഷ്ടമായിട്ടുള്ള അവതാരങ്ങൾ അല്ലെങ്കിൽ വിശിഷ്ടമായിട്ടുള്ള അറിവോടുകൂടിയവർ ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പൊ അവരുടെ ചില സിദ്ധാന്തങ്ങള്, അവരുടെ ചില തിയറികള് അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആ ഒരു വിഭാഗത്തെയാണ് മതമായിട്ട് തിരിയുന്നത്. അത് ഗുണങ്ങളുടെ അനുസരിച്ചാണ് മാറ്റം വരുന്നത്. അപ്പൊ അത് പൂർണ്ണമായിട്ട് അറിയണമെങ്കിൽ ഗുണങ്ങൾ എന്താണ്, സൃഷ്ടി എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. അതിലേക്ക് നമുക്ക് കടന്നാലോ? അപ്പൊ ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാം. ഈ സൃഷ്ടിക്ക് മുമ്പ് എന്താണ് ഉണ്ടായിരുന്നത്? ഈശ്വരൻ അത് തർക്കമില്ല. സൃഷ്ടിക്ക് മുമ്പ് അപ്പൊ ഈശ്വരനുണ്ട്. അപ്പൊ ഈശ്വരൻ ആരാ? ഈശ്വരൻ എന്ന് വെച്ചാൽ എന്താ? ഈശ്വരൻ അറിവ്. അതെങ്ങനെ നമുക്ക് തെളിയിക്കാൻ കഴിയും? ഇതൊരു കാര്യം പറഞ്ഞാൽ ഈശ്വരൻ അറിവാണെന്ന് പറഞ്ഞാൽ അതിന് ചോദ്യം ഉണ്ടാവും. എങ്ങനെ ഈശ്വരനാണെന്ന് തെളിയിക്കാൻ കഴിയും? അറിവാണ് ഈശ്വരൻ തെളിയിക്കാൻ പറ്റും. അതല്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ഒരു സൃഷ്ടിയാണ്. ഈ കാണുന്ന ശരീരം. അപ്പൊ നിങ്ങളും ഒരു സൃഷ്ടിയാണ് അല്ലേ? ഈ സൃഷ്ടി വന്നിട്ട് എത്ര നാളായി? ഏറെ ഒന്ന് എനിക്കിപ്പോ 50 വയസ്സാന്ന് കൂട്ടുക. 50 വയസ്സാണെങ്കിൽ ആ 50 വയസ്സിന് ശേഷം ഞാൻ എന്ത് വിറ്റ് എൻ്റെ ഈ ശരീര സൃഷ്ടി ഉണ്ടോ?
അതിനുള്ളിൽ അത് കഴിഞ്ഞ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് ഈ ശരീരം സൃഷ്ടിയാണ് അല്ലേ? ഈ ശരീരം സൃഷ്ടി, ആ സൃഷ്ടി എന്നാ വന്നേക്കണേ എവിടെയാ? ഈ ശരീരം സൃഷ്ടിയാണ്, പ്രകൃതി. ഈ പ്രകൃതിയാകുന്ന ശരീരം സൃഷ്ടിക്ക് മുമ്പ് അവിടെ എന്തുണ്ടാവണം? ഒരു സൃഷ്ടാവ് ഉണ്ടാവണം അല്ലെ? പ്രകൃതിക്ക് മുമ്പ് ഒരു സൃഷ്ടം ഉണ്ടാവണം. അപ്പൊ ഈ ശരീരം സൃഷ്ടിക്കണമെങ്കിൽ ഈ ശരീരത്തിന്റെ കലകളെ ആദ്യം ഉണ്ടാക്കേണ്ടിയിരിക്കണം. ഇപ്പൊ ഒരു യന്ത്രം ഉണ്ടാക്കണ്ടെങ്കിൽ ആ യന്ത്രത്തിന്റെ സകല റോ മെറ്റീരിയൽസ് നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ടി വരും, എടുക്കേണ്ടി വരും, എന്നാലേ ഉണ്ടാവുള്ളൂ. അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ ഈശ്വരൻ മാത്രമുള്ളപ്പോൾ ആ ഈശ്വരൻ തന്നിൽ നിന്ന് അല്ലാതെ ഒന്നും എടുക്കാൻ കഴിയില്ല അല്ലേ? അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് ഈ ശരീരം ഉണ്ടാവണമെങ്കിൽ, ആ ശരീരം ഉണ്ടാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ ശരീരം എന്താണെന്ന് അറിയണം അല്ലേ? ഈ ശരീരം എവിടെ നിലനിൽക്കുന്നു എന്നറിയണം. ഇപ്പൊ അദ്ദേഹത്തിന്റെയോ അല്ലെങ്കിൽ എന്റെയോ ഈ ഞാനെന്ന തോന്നലിന്റെ, എനിക്കതിനെ പറയാം, എന്റേന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഇവിടെ ഇല്ലാത്തതുപോലെയാണ്. ഈ ശരീരം ഈ ശരീരത്തിന്റെ അകത്ത് ഈ ശരീരം കാണുമ്പോൾ ഈ കണ്ണറിയുന്നു, കാത് കേട്ടറിയുന്നു, മണത്തറിയുന്നു, രുചിച്ചറിയുന്നു അല്ലെ, സ്പർശിച്ചറിയുന്നു, ചിന്തിച്ചറിയുന്നു. ഇതെല്ലാം ചെന്നെത്തുന്ന എവിടെയാ? ഈ കണ്ണിനെ കാണണമെങ്കിൽ ഈ കണ്ണല്ല, ചത്ത് കിടക്കുന്നവനും കണ്ണുണ്ട്. ആ കണ്ണ് കാണുന്നുണ്ടോ? കാരണം ഈശ്വരൻ എന്ന് വെച്ചാൽ അറിവിലേക്കാണ് പോകുന്നത്. ഈശ്വരൻ, ഇനി ഈശ്വരന്റെ അറിവാണോ അല്ലയോ എന്ന് പറഞ്ഞ് ചോദിക്കണേ, ഈശ്വരൻ തന്നെ അറിവില്ലേ? അറിവില്ലേ? ഈശ്വരന്റെ അറിവെന്ന് പറയുന്നത് എന്നാ? അറിവല്ലേ ഇതെവിടെ ഉള്ളൂ? ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നത് മുഴുവൻ അറിവിലൂടെ അല്ലാതെ അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഏതിലേക്കാണ് പോകുന്നത്? ഇനിയിപ്പൊ ഈശ്വരൻ ഇല്ല എന്ന് പറയണതിന്റെ അടുത്ത് അറിവില്ല എന്നല്ലേ തെളിവ്? അറിവിലിരിക്കാതെ അവൻ ഈശ്വരൻ ഇല്ല എന്ന് പറയാൻ പോലും പറ്റില്ല. പറ്റുമോ? പക്ഷെ ഈശ്വരൻ ഇല്ല എന്ന് ചിലർ പറഞ്ഞതിന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വിഗ്രഹങ്ങളിലിരിക്കുകയും നാമരൂപങ്ങളിലിരിക്കുകയും സൃഷ്ടി വസ്തുക്കളിലിരിക്കുന്ന യഹോവ, അയ്യപ്പൻ, കാളി, പടച്ചവൻ എന്ന് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹു, ഇങ്ങനെ ശിവൻ, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വരുമ്പോഴാണ് ഈശ്വരൻ. അവരോടൊക്കെ ആശ്രയിക്കുമ്പോൾ ഒരു കാര്യം നടക്കാൻ പറ്റില്ലല്ലോ, കാരണം ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈശ്വരൻ ആരാണെന്ന് ശരിക്കുള്ള അറിവ് കിട്ടാത്തോടത്തോളം, അജ്ഞാനത്തിൽ ഇരിക്കുന്നിടത്തോളം കാലമാണ് അവൻ കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ നിരീശ്വരാതി പോകും. കാരണം ഈ നാമരൂപങ്ങളെ ആശ്രയിക്കുകയും ഈ ആചാരങ്ങൾ പറയുന്ന മുഴുവൻ അംഗീകരിക്കുകയും ചെയ്ത് അതിലൂടെ പോയാലൊന്നും അവസാന കാലമാകുമ്പോൾ ആ വളരെയേറെ ക്ലേശകത അനുഭവിക്കുകയും അതേപോലെ ദുഃഖം ഉണ്ടാവണവന് അതിൽ നിന്ന് ഒരിക്കലും മാറ്റം കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവൻ സ്വാഭാവികം ഈശ്വരനും എല്ലാവരും മണ്ണാൻ കിട്ടിയില്ല. ഈ നിരീശ്വരവാദികളാ പറഞ്ഞ ശരി, അങ്ങനെ പറയേണ്ടി വരും അല്ലേ? അപ്പൊ അറിവാണ് ഈശ്വരൻ എന്നുള്ള ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ഈശ്വരനില്ലാന്ന് പറഞ്ഞാൽ ഓക്കെ, അറിവില്ല എന്നതിന് അവൻ സ്വയം പറയുന്നു എന്നാണ് കൊണ്ടായത്. നിരീശ്വരവാദികൾ ഇഷ്ടം പോലെ വന്നോട്ടെ, സ്വയം അവനെ തന്നെ വിലയിരുത്തുന്നു. അപ്പൊ ഈശ്വരൻ എന്ന് പറയുന്നത് അറിവാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. അപ്പൊ നമ്മളെ ഈ ശരീരം ഉണ്ടായിരിക്കുന്നത് അറിവായതുകൊണ്ടാണ്. ഈ ശരീരത്തിന്റെ കലകളും ഇന്ദ്രിയങ്ങളും മുഴുവൻ അറിവിലേക്ക് ചെല്ലുമ്പോഴാണ് നാം വേറിട്ടൊരു ഭാവത്തിലൂടെ ഈ പ്രപഞ്ച വസ്തുക്കളെ തന്നെ അറിയാൻ കഴിയുന്നത്, ഞാനുണ്ട് എന്നറിയാൻ കഴിയുന്നത് ഇല്ലേ? അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ പറഞ്ഞ വിഷയം ഈശ്വരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണെങ്കിൽ, അപ്പൊ ഈശ്വരൻ എന്താണ്? ഈശ്വരന്റെ സ്വരൂപം അത് പറയാൻ പറ്റുമോ? നാമരൂപം സൃഷ്ടിയിലുള്ളൂ. അപ്പൊ ഈശ്വരൻ എന്ന് പറയണ ശരിക്കും ഈശ്വരൻ, ഞാൻ പറഞ്ഞുതരാം, അറിവാണെന്ന് പറഞ്ഞല്ലോ. അറിവാണെങ്കിൽ ഈശ്വരൻ എന്തിനെ സൃഷ്ടിച്ചാലാണ് ഇവിടെ സൃഷ്ടിയാവുള്ളൂ? അല്ല, അറിവാണെങ്കിൽ ഈശ്വരൻ അറിവാണെന്ന് പറഞ്ഞു. ഈശ്വരൻ അറിവാണെങ്കിൽ ഇവിടെ എന്തിനെ സൃഷ്ടിച്ചാലാണ്? ഗുണങ്ങൾ. അത് ഓക്കെ, അതല്ല, ഈശ്വരൻ അറിവല്ലേ? അപ്പൊ അജ്ഞാനത്തെ സൃഷ്ടിച്ചാലല്ലേ ഈശ്വരന് അജ്ഞാനം പോകുമ്പോഴല്ലേ അറിവുണ്ടാവണത് അല്ലേ? അപ്പൊ എന്താണ് ഇത്? അജ്ഞാനത്തെയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടേക്കണത്. അജ്ഞാനം ആണ് മായ, അജ്ഞാനമാണ് അറിവില്ലായ്മ, അറിവില്ലായ്മയാണ് ഈശ്വരനിൽ നിന്ന് വേറിട്ട് നമുക്ക് പലതുണ്ട് എന്ന് തോന്നിക്കുന്നത്. ഈ അജ്ഞാനം കൂടി വരുന്തോറും ഈശ്വരനെ അറിയാതെ പോകുന്നു, നമ്മളെ അറിയാതെ പോകുന്നു. അപ്പൊ അജ്ഞാനത്തെയാണ്, അതെല്ലാം അറിവില്ലായ്മയാണ്
സൃഷ്ടിക്ക് നിദാനം, അറിവില്ലായ്മ. കാരണം മനുഷ്യന്റെ താഴെയാണ് മൃഗങ്ങൾക്ക്, മനുഷ്യനോടത്തോളം അറിവില്ല. അപ്പൊ അറിവിന്റെ തലത്തിലെ കുറവ് സംഭവിക്കുമ്പോൾ ആണ് ഈ സൃഷ്ടി തന്നെ അതിൻ്റെ പര്യാപ്തമായ ശരീരത്തിലേക്ക് കടന്നു പോകുന്നു. അപ്പൊ ഈശ്വരൻ സൃഷ്ടിച്ചെങ്കിൽ അറിവില്ലായ്മയായിരിക്കണം. അപ്പൊ ഈശ്വരൻ അറിവാണ്. അതുപോലെ ഈശ്വരൻ നാമമില്ലാത്തതാണെന്ന് പറഞ്ഞല്ലോ, ശരിയല്ലേ? പറഞ്ഞല്ലോ, നാമമില്ലാത്തതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഈശ്വരൻ നാമമില്ലെങ്കിൽ സൃഷ്ടിക്ക് എന്ത് വേണം? നാമം വേണം. നാമത്തിൽ ഇരുന്നുകൊണ്ടാണ് നാമം ഇല്ലാത്തതിനെ അറിയാൻ കഴിയുള്ളൂ. ഈശ്വരൻ നാമമില്ല, രൂപം ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സൃഷ്ടിക്ക് എന്ത് വേണം? രൂപം വേണം. അപ്പൊ ഈശ്വരൻ നിത്യവസ്തുവാണ് എന്ന് പറഞ്ഞു. അപ്പൊ സൃഷ്ടി എന്ത് വേണം? നിത്യം പാടില്ല, അനിത്യമാവണം, മരണത്തെ ഇരിക്കണം. അതാണ് സൃഷ്ടിയാവുള്ളൂ, അല്ലേ? അനിത്യമാവണം, അല്ലേ സൃഷ്ടിക്ക്? അപ്പൊ പിന്നെ നാമമില്ല, രൂപമില്ല, ജനന മരണങ്ങളില്ല. അപ്പൊ ജനിക്കുകയും മരിക്കുകയും ചെയ്യാത്ത എന്താണ്? ആ പരമമായ സത്യമായിരിക്കണം. അത് ഈശ്വരൻ ഗുണങ്ങളില്ല. ഗുണത്തിന്റെ കുഴപ്പമെന്നാ? അല്ല, ഗുണം കൊണ്ടല്ല കുഴപ്പമെന്നാ? അതല്ല, ഗുണം എന്ന് പറയണത് ഒരു നല്ല ഗുണം എത്ര നേരം, ഒരു നല്ല ഗുണം എത്ര നേരം ഇരിക്കും? അപ്പൊ ഗുണം എന്ന് പറഞ്ഞാൽ എന്താ? അത് നശിച്ചു പോകും. അപ്പൊ ഗുണരഹിതനായെങ്കിലോ നശിച്ചു പോകുന്നില്ല. അപ്പൊ ഈശ്വരൻ സൃഷ്ടി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഗുണങ്ങളെയാണ് സൃഷ്ടിച്ചത്, അല്ലേ? ശരിയല്ലേ? ഈ കാണുന്ന പ്രപഞ്ചം എന്താ? ഈ പ്രകൃതി എന്നാ? അപ്പൊ ചോദ്യം, പ്രകൃതി എന്നാ? 3 ഗുണമുണ്ട് പ്രകൃതിക്ക്. 3 സ്വഭാവം. നല്ല ചിലപ്പോൾ നല്ല രീതിയിലുള്ള പ്രകൃതി, മിശ്ര രീതി, ചള്ളായിട്ട് രീതിക്കുന്നതാണ് ഈ പ്രകൃതി. അതായത് 3 ഗുണങ്ങളെ ഇത് പ്രകാശിപ്പിക്കുന്നു. അപ്പൊ ത്രിഗുണാത്മകമാണ് പ്രകൃതി. ഈശ്വരനോ ഗുണരഹിതൻ. അതേ, കാരണം ഗുണരഹിതനിലാണ് ത്രിഗുണങ്ങൾ നിലനിൽക്കുകയുള്ളൂ. അത് എന്തിനാണ്? ഗുണരഹിതനാവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നല്ലതുണ്ടെങ്കിലല്ലേ ചള്ളിനെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഈ നല്ലതും ചള്ളുമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് മിശ്ര ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ഇത് 3 ഒറ്റ ഗുണമുള്ളൂ എന്ന് വെച്ചിട്ട് ഗുണങ്ങൾ നശിക്കുന്നതാണ്. അതേപോലെ ഇവിടെയുള്ള ഈ ശരീരങ്ങളും ഇവിടെയുള്ള ക്ഷേത്രങ്ങളും ഈ ആരാധനാലയങ്ങളും മുഴുവനും ഗുണങ്ങളിലായിരിക്കണേ. അതൊരിക്കലും ഈശ്വരനല്ല. അതിനെയാണ് നമ്മൾ ഈശ്വരനായിട്ട് ചിത്രീകരിക്കുമ്പോഴും സൃഷ്ടാവായിട്ട് ചിത്രീകരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇരിക്കുമ്പോഴാണ് നിരീശ്വരവാദി ഉണ്ടാവുന്നത്. കാരണം ഈശ്വരൻ ആരാണെന്ന് അറിയില്ല. ആ ഈശ്വരൻ ഉണ്ടാവണമെങ്കിൽ, ഈശ്വരനിലാണ് എല്ലാം ഉണ്ടാവണമെങ്കിൽ ആ ഈശ്വരനെ അന്വേഷിക്കണവനും എന്തായിരിക്കണം? ഈശ്വരന്റെ ചൈതന്യത്തിലാണ് പ്രകാശിക്കാൻ കഴിയുള്ളൂ, അല്ലേ? അല്ലാണ്ട് ഈശ്വരൻ മാത്രമുള്ള അറിവ് മാത്രമുള്ളപ്പോൾ അതിൽ നിന്നും ശരീരവും മനസ്സുമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ശരീരം എന്താണ്? പ്രകൃതി. പ്രകൃതി വരാൻ കാരണം എന്നാ? പ്രകൃതി എന്ന് പറയുന്നത് 3 ഗുണങ്ങൾ. 3 ഗുണങ്ങൾ. ഈ ശരീരം 3 ഗുണങ്ങൾ പഞ്ചഭൂതമാണ്, അല്ലെ? പഞ്ചഭൂതങ്ങൾ 3 ഗുണങ്ങളുടെ സത്തൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ എവിടെ നിന്നുണ്ടായെന്ന് വെച്ചാൽ പ്രകൃതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണങ്ങളാണ്. ഈ 3 ഗുണങ്ങളുടെ വിവിധ സത്തിൽ നിന്നാണ് ഈ പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളിൽ ഇരിക്കാതെ ഒരു ശരീരവും കൂടി ഇല്ല. മനുഷ്യ ശരീരം, മൃഗശരീരം, പുല്ല് ശരീരം, ഈ പറഞ്ഞ എല്ലാ സൃഷ്ടിയുടെയും ഈ സൃഷ്ടിയുടെ വസ്തുക്കൾ മുഴുവനും പഞ്ചഭൂതങ്ങളാണ്, അല്ലേ? അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? ഈശ്വരൻ ആരാണ്? അറിവാണ്. അപ്പൊ ഈശ്വരൻ സത്യമായതാണ്, നിത്യമായതാണ്, ആനന്ദമായതാണ്, അറിവാണ്. അത് ഗുണരഹിതനുമാണ്, നാമരൂപരഹിതനുമാണ്. അങ്ങനെയിരിക്കുന്ന സൃഷ്ടാവ് സൃഷ്ടിച്ചെങ്കിൽ ഇതിൽ നിന്ന് ഓപ്പോസിറ്റാ സൃഷ്ടിക്കാൻ കഴിയുള്ളൂ. അപ്പോഴാണ് സൃഷ്ടിയാവുള്ളൂ. ആ സൃഷ്ടിയിൽ ഇരുന്നു കൊണ്ട് ഈശ്വരന് തേടിയാൽ കിട്ടില്ല. ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനോ മനസ്സുകൊണ്ട് ചിന്തിച്ചറിയാനോ കഴിയുമ്പോൾ അത് സൃഷ്ടിയിൽപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ. സൃഷ്ടിക്ക് അപ്പുറം മനസ്സുകൊണ്ടല്ല, 6ാം ഇന്ദ്രിയം അല്ലെങ്കിൽ അറിവ്, ജ്ഞാനക്കണ്ണ് അല്ലെങ്കിൽ അതീന്ദ്രിയ ജ്ഞാനം, ഇവയിലൂടെ മാത്രമേ ഈശ്വരനെ കാണാൻ കഴിയുള്ളൂ. അതിന് അന്തർമുഖനായിട്ടിരുന്നു കൊണ്ട് തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആത്മഭാവത്തിലാണ് അറിവ് പ്രകാശിക്കുന്നത്. ഇനി ആത്മാവാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് എന്നാണ്? അറിവാകുന്നു. ആ ആത്മാവെന്ന് പറഞ്ഞാൽ ഈശ്വരൻ സകല ജീവജാലങ്ങളിലെയും പ്രകാശിച്ചു നിൽക്കുന്ന
അറിവാണ്. ആ അറിവിനൊരിക്കലും മാറ്റമില്ല. ഈശ്വരൻ ഒരിക്കലും മാറില്ല. മാറുന്നത് പ്രകൃതിയാണ്. ഉദാഹരണം പറഞ്ഞുതരാം. അപ്പൊ ഈ ഇതൊരു കർട്ടൻ കൂട്ടുക. ഇത് കർട്ടൻ. ഈ കർട്ടനില് പണ്ട് കാലത്തെ സിനിമ ഇപ്പൊ എങ്ങനെയാന്ന് എനിക്കറിയാം. പണ്ട് ഞാൻ കാണുന്നത് ഇപ്പൊ എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഈ സിനിമ ഓടുമ്പോൾ ഇതിലേക്ക് ഈ കർട്ടൻ മാറുന്നില്ല. നമ്മൾ ചെന്ന് ഇരിക്കുമ്പോൾ കർട്ടൻ കാണാം. കുറച്ച് കഴിയുമ്പോൾ അവിടെ എന്തായി, ഒരു ജീവിതം വരുന്നു, ചിലർ മരിക്കുന്നു, യുദ്ധം സംഭവിക്കുന്നു, പ്രേമിക്കുന്നു, കല്യാണം കഴിക്കുന്നു, പുഴയൊഴുകുന്നു, നദി ഒഴുകുന്നു, വെടിവെക്കുന്നു, വിപ്ലവങ്ങളൊക്കെ നടക്കുന്നു. അതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. അത്ര നേരം നമുക്ക് അവിടെ ആ കർട്ടനെ കാണാൻ കഴിയുന്നില്ല. ഒരു കഥ, ഒരു ജീവിതം അവിടെ നയിക്കുകയാണ്. ശരിയല്ലേ? പോവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാറിക്കൊണ്ടിരിക്കുന്ന എന്നാ, ഈ സ്ക്രീനിൽ ഇരിക്കുന്ന ചിത്രങ്ങൾ സഹിതമുള്ള അതാണ് മാറുന്നത്. സ്ക്രീൻ മാറുന്നില്ല. അതേപോലെ ഇളകാത്ത, ചലനമില്ലാത്ത, അടിസ്ഥാനപരമായ അറിവാകുന്ന പരമസത്തയിലാണ് ഈ പ്രകൃതി വസ്തുക്കൾ ഉണ്ടാവുകയും നശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ ത്രിഗുണങ്ങൾ, അതിനാണ് ഗുണങ്ങൾ കൊണ്ടാണ്. എന്തിനാ ഗുണം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ എന്തെങ്കിലും വസ്തു വേണ്ടേ? അപ്പൊ ഈശ്വരന്റെ സ്വരൂപം എന്താണ്? അപ്പൊ ഗുണരഹിതനല്ലേ? ഗുണരഹിതൻ നശിക്കുന്നത് എന്താവണം? ഗുണ നശിക്കുള്ളൂ. അതാണ് ഗുണത്തിന്റെ ഐക്യത. നശിക്കുവാൻ വേണ്ടിയിട്ട് തന്നിൽ നിന്നും ഇല്ലാത്ത ഗുണങ്ങളെ സങ്കല്പ സൃഷ്ടി നടത്തി. സങ്കല്പമാണ് മനസ്സേ. സങ്കല്പ സൃഷ്ടി നടത്തി കഴിഞ്ഞുമ്പോൾ അത് ഈ ഗുണങ്ങളുടെ എല്ലാം ചേരുവകളുടെ സത്ത ചേർത്ത് ആത്മാവിലൂടെ ഒരു കോശത്തെ നിർമ്മിച്ചു കഴിയുമ്പോൾ അവ പ്രകൃതി ശരീരത്തെ നിർമ്മിക്കാനുള്ള റോ മെറ്റീരിയൽസ് ആയി. അപ്പൊ അതാണ് ഈ ഗുണത്തെ ശരീരം നിർമ്മിക്കാൻ കാരണം ഗുണങ്ങളാണ് നശിക്കുകയുള്ളൂ. അപ്പൊ ഈ പ്രകൃതി എന്താ? ഗുണമാണ്. അപ്പൊ ഇതിനെ നിലനിർത്തിക്കൊണ്ടുവന്നാണ് എന്താണ്? അറിവ്. അത് ഗുണരഹിതമാണ്. അപ്പൊ ഈശ്വരൻ ഗുണരഹിതനാണ്. അത് നിത്യവസ്തുവാണ്. അത് ആനന്ദമാണ്. അത് അമൃതമാണ്. ജനനമില്ലാത്തതാണ്, മരണമില്ലാത്തതാണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? സൃഷ്ടി. അപ്പൊ അതാണ് സൃഷ്ടിപ്പെട്ടത്. അപ്പൊ സൃഷ്ടിയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ സൃഷ്ടാവിനെ അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ ഈശ്വരനുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. ഈശ്വരനുണ്ടോ എന്ന് അന്വേഷിക്കണമെങ്കിൽ എന്ത് വേണം? ആ അന്വേഷിക്കുന്നവനും ഈശ്വരനായിട്ട് പ്രകാശിക്കാതെ അവന് ഈ അറിവ് തോന്നിക്കില്ല. ഉണ്ടോ എന്നറിയാൻ അവന്റെ നിലനിൽപ്പും ആ ഈശ്വരനാണ്. ഇത് ചോദിക്കുന്നവനും നിലനിൽപ്പിനും ആധാരം ഈശ്വരനാണ്. ശരിയാ? മനസ്സിലായുണ്ടോ? അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് ഈ പറയുന്ന ഞാനോ നീയോ ഈ കാണുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. ചോദിക്കുന്ന ചോദ്യകർത്താവ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അവിടെ സൃഷ്ടി വേണം. അപ്പൊ ഈശ്വരനെ വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഈശ്വരന്റെ സ്വരൂപം മൗനമാണ്. മൗനത്തിലിരുന്ന് സൃഷ്ടിക്കപ്പെട്ട ശരീരത്തെയും അതിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഗുണഭാവമായിരുന്ന മനസ്സിനെയും വീക്ഷിച്ച് അല്ലെങ്കിൽ അറിഞ്ഞ് ഇരിക്കുന്ന ആ അപാരമായ അറിവിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. നാം തന്നെ ഈശ്വരനെ അറിയാൻ അമ്പലത്തിൽ പോയിട്ട് കാര്യമില്ല, വഴിപാട് കഴിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ദിക്രി ചൊല്ലിയിട്ട് കാര്യമില്ല, അന്നദാനം ചെയ്തിട്ട് കാര്യമില്ല. അതൊക്കെ നമ്മളിവിടെ ഉണ്ടാവണേ. അന്നദാനം ചെയ്തിട്ട് കാര്യമില്ല. അറിവായിട്ടിരിക്കുമ്പോൾ സംസാരിക്കണമെങ്കിലും പോലും പറ്റില്ല. നാമം ജപിക്കാൻ പറ്റില്ല. നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ നാവ് ഉപകരണം വേണം. അപ്പൊ നാമരൂപരഹിതനാണ് ഈശ്വരൻ. ശരിയാണോ? അത് അജ്ഞാനം ഉള്ളിടത്തോളം കാലമാണ് ഇതൊക്കെ വേണ്ടത്. അജ്ഞാനത്തിലാണല്ലോ സൃഷ്ടി വന്നേക്കുന്നത്. അപ്പൊ അജ്ഞാനം പോകുന്നതോടുകൂടി ഇവയൊക്കെ ക്രമേണ ഉപേക്ഷിക്കപ്പെടും. അവസാനം ധ്യാനത്തിൽ തന്നെ വിജയമെത്തും. അവസാനം എനിക്ക് സംസാരിക്കാൻ പോലും കഴിയാതെ പോകും. കാരണം താൻ ഈശ്വരനായി അങ്ങോട്ട് മാറുന്നതോടെ ഇതിൽ തന്നിൽ ആവേശിച്ചിരിക്കുന്ന ശരീര മനസ്സുകളെ തിരോഭവിക്കും. ഗുണങ്ങൾ തിരോഭവിച്ച് താൻ അറിവായി ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കും. ഈശ്വരനായി മാറിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് ഇവിടെ ഈശ്വരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൃഷ്ടി വന്നപ്പോൾ ഈശ്വരനിൽ നിന്നും ഗുണങ്ങളോടുകൂടിയ പല പല ശരീരങ്ങൾ ഉണ്ടാവുകയും പലതായി തോന്നുകയും ചെയ്തു. ആ തോന്നിയത് ആ ഈശ്വര സങ്കല്പത്തിലേക്ക് തിരിച്ചെത്തി ഗുണരഹിതനായ നിർഗുണ നിരാകാരനായിരിക്കുന്ന ആ പരമസത്യമാണ്, അറിവാണെന്ന് താൻ തിരിച്ചറിഞ്ഞ് അതായി മാറുന്നതോടുകൂടി തൻ്റെ സ്വരൂപത്തെ അറിയുന്നതോടുകൂടി സൃഷ്ടി അവിടെ അവസാനിച്ചു. ഒരു ജീവന്റെ സൃഷ്ടി അവസാനിച്ചു. അപ്പം പ്രകൃതി എന്ന് പറയുന്നത്, അതിനെ വിശദമായിട്ട് അറിയണമെങ്കിൽ പ്രകൃതി ആരാണ്, എന്താണ്, ഈ സൃഷ്ടി എങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയേണ്ടിയിരിക്കുന്നു. അത് നമുക്ക്
മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റി വെച്ചാലോ?